വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് ദൈവം എൻ്റെയും ജീവിതത്തിൽ ഒരു അവസരം തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നൊരു വേക്കപ്പ് കോളായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ പറഞ്ഞപ്പോൾ കാത്തിരിക്കുക. ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തെ ശോധന ചെയ്യുമ്പോൾ ഇന്നലെ അല്ലെ കഴിഞ്ഞ ആഴ്ച അല്ലെ മുമ്പോട്ട് നമ്മളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം ഈ കർത്താവിൻ്റെ വരവിനായിട്ട് അങ്ങനെ ഒരു ഒരു ചിന്ത എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെ ഒരു സമയമെങ്കിലും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നോ. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വായിച്ചു വിടുമ്പോൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. ശരിക്കും അങ്ങനെയാണ്. ഇപ്പൊ ജസ്റ്റിനോട് ചോദിച്ചാൽ പറയും വല്ല ഫുട്ബോൾ കളി വല്ല ഉണ്ടെങ്കിൽ അത് എപ്പോൾ വരും എന്നുള്ളത് ഒരു കാത്തിരിപ്പായിട്ട് ചിലപ്പോൾ ജസ്റ്റിന് തോന്നി. അങ്ങനെ ഓരോരുത്തരുടെയും ഞാൻ യൂത്തിന് പല പ്രയോറിറ്റി ആണല്ലേ. ഇപ്പോഴും ചിലർ സ്പോർട്സിന് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ എനിക്കറിയത്തില്ല സിനിമ കാണുന്നവരുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ കാരണം അങ്ങനെയൊക്കെയുള്ള പല ടെംപ്ടേഷൻ, കാരണം നമുക്ക് കാത്തിരിക്കാനായിട്ട് പല കാര്യങ്ങൾ കർത്താവിനേക്കാൾ ഉപരി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനിപ്പോ എനിക്കിപ്പോ എന്താ പറയുക, ഇവിടെ വരാനായിട്ട് ദൈവം ഒരു അവസരം തന്നെ. അടുത്ത എൻ്റെ ആ ഒരു കാര്യം എപ്പോഴാണ് ടിക്കറ്റ് കിട്ടുന്നത്, എനിക്ക് പോകണം. പിന്നെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ദൈവം എന്താ പറയുന്നത്, അതിനുള്ള സാമ്പത്തിക കാര്യങ്ങൾ, അവസരങ്ങൾ, സാഹചര്യങ്ങളൊക്കെ തന്ന് അത് മേടിക്കാനായിട്ടോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പോകാനായിട്ടോ. ചിലർക്ക് ടൂർ പോകുന്ന വലിയ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ അതോടെ പോയി എങ്ങനെ ഇരിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണോ നമ്മൾ ചിന്തിക്കുന്നത്? അതോ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവിന്റെ വരവിന് വേണ്ടിയാണോ നാം കാത്തിരിക്കുന്നത് എന്നുള്ളത് ഒരു വേക്കപ്പ് കോളായിട്ടാണ് എനിക്ക് ഇന്ന് ആ വാക്യം വായിച്ചപ്പോൾ തോന്നിയത്. അവിടെ നമ്മൾ സന്ദീപ് ബ്രദറിനെ കുറിച്ച് വാക്യങ്ങളെല്ലാം പറയുകയുണ്ടായി. 11-ാമത്തെ വാക്യത്തില് ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. പിന്നെ 13-ാമത്തെ വാക്യത്തില് പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. പിന്നെ അതെങ്ങനെ ആയിരിക്കണമെന്നുള്ളതിനെ കുറിച്ചും അവിടെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിങ്ങൾ കറയും കളങ്കവും ഇല്ലാത്തവരായിട്ട് അങ്ങനെ ജീവിക്കുന്ന സമാധാനപൂർണമായിട്ടുള്ളൊരു ജീവിതം നമ്മുടെ ലക്ഷ്യം. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിന് വേണ്ടി എഫെസ് ലേഖനം അതിന്റെ 1-ാം അധ്യായത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിന്റെ 1:3 എഫെസർക്കെഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തില് ദൈവം എന്തിനു വേണ്ടിയാണ് നമ്മളെ തെരഞ്ഞെടുത്തത്? അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപന. ഈ വാക്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എത്രയോ ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ജനിക്കുന്നതിന് മുമ്പ്, അല്ലെ അവർ വിവാഹിതരാകുന്നതിന് മുമ്പ്, അവരുടെ അപ്പനപ്പന്മാര് ജനിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അങ്ങനെ ആദാമും ഹൗവയും ജനിക്കുന്നതിനൊക്കെ എത്രയോ നാളുകൾക്ക് മുമ്പ് ദൈവം എന്നെ തെരഞ്ഞെടുത്തു. എന്തിനാ? അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് നിൽക്കേണ്ടതിനായിട്ട്. നമ്മൾ അത് മാത്രമല്ല, കർത്താവ് എന്തിനു വേണ്ടിയാണ് അവന്റെ ജീവനെ നൽകിയത് എന്നുള്ളത് കൊലോസി ലേഖനത്തില് അതിന്റെ 1:22 നമ്മൾ വായിക്കുന്നു. നമ്മൾ ശത്രുക്കളായിരുന്നു, നമ്മൾ ദുഷ്പ്രവൃത്തികളാല് മനസ്സുകൊണ്ടാവുന്നില്ല, എന്നെങ്കിലും അവന് നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിനാണ് അവന് ആ ക്രൂശിൽ കയറി ആ ജഡശരീരത്തില് തന്റെ മരണത്താല് നമ്മെ ദൈവത്തോട് നിരപ്പിച്ചത്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എബ്രായ ലേഖനത്തിലെ ഒരു വാക്യം കൂടെ വായിച്ചു കഴിഞ്ഞാല് നമ്മള് 12-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം, സന്ദീപ് റോമാലേഖനത്തിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. എല്ലാ 12-ന്റെ വാക്യം, എബ്രായ ലേഖനം 12-14. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിക്കും. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധ ഹൃദയത്തോടുകൂടി ആണെങ്കിൽ നമുക്ക് ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും കർത്താവിനെ കാണുവാനായിട്ട് കഴിയും. ഇനി കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ശുദ്ധീകരണം, കാരണം ദിനംപ്രതി അല്ലെ നമ്മളെ കുറിച്ചുള്ള തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. അതുകൊണ്ട് ഈ ശുദ്ധീകരണം അത് നമ്മുടെ ഈ ദേഹിയിലുള്ള നമ്മുടെ അതിനെ ഇങ്ങനെ വേണം, പല പന്ന സ്വഭാവങ്ങളും ഇന്നും നീങ്ങിയിട്ടില്ല. നമ്മൾ പഴയ മനുഷ്യനെ കൊണ്ടുവന്ന് കുഴിച്ചിടുകയൊക്കെ ചെയ്തതാണ്. എന്നാൽ തന്നെയും പലപ്പോഴും ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തില് നമ്മളിൽ പലപ്പോഴും ഈ കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ആദാമ്യ സ്വഭാവത്തിലെ പല കാര്യങ്ങളും പൊങ്ങി വന്നുകൊണ്ടിരിക്കുക. അവിടെയൊക്കെ നമുക്കൊരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. അപ്പോൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഒരു ശുദ്ധീകരണം പ്രാപിച്ച് ഒരു ശുദ്ധ ഹൃദയത്തോടു കൂടി കർത്താവിനെ കാണുവാനായിട്ട് നമുക്ക് കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ സമാധാനത്തോടെ ഓരോ ദിവസവും
ഞാൻ പറഞ്ഞില്ല, ഒരു വേക്കപ്പ് കോളുകൾ എനിക്ക് തോന്നി. ഇന്ന് ഞാൻ എൻ്റെ കർത്താവിനെ കാത്തിരിക്കും. ആ ഒരു കർത്താവ് മടങ്ങി വരും. നമുക്കറിയാം കർത്താവ് മടങ്ങി വരും. അവന്റെ വാക്കുകൾക്ക് യാതൊരു മാറ്റവുമില്ല. അവൻ മടങ്ങി വരും. അവൻ മടങ്ങി വരുമ്പോൾ അവന്റെ സന്നിധിയിൽ ഞാൻ എങ്ങനെ അവനൊരു ഉത്സാഹമുണ്ട്, അവനൊരു ചിന്തയുണ്ട്. നമ്മൾ എങ്ങനെ കാണണം എന്നുള്ളതാണ്. കറയും കളങ്കവും ഇല്ലാത്തവരായിട്ട് നമ്മളെ കാണണം. അതാണ് അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. ഈ ദുഷ്ടലോകത്തില് നമുക്ക് ദൈവത്തിന്റെ വചനം തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്, അവന്റെ ശരീരമാകുന്ന സഭയെ നമുക്ക് തന്നിട്ടുണ്ട്, ആ കൂട്ടായ്മ നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ഒരു സുരക്ഷിതത്തിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഉത്സാഹത്തോടെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ, അവന്റെ ആ ഒരു ദിവ്യ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്താനായിട്ട് നമ്മൾ ഓരോ വചനവും കേൾക്കുമ്പോൾ, കർത്താവെ ഞാൻ എങ്ങനെയായിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ, നമുക്കൊരു ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രാഗൽഭ്യത്തോടെ കർത്താവ് ഓരോ ദിവസവും ഞാൻ എനിക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കുന്നു, എനിക്ക് ഇന്ന് കർത്താവ് വന്നല്ലോ, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതം ഇവിടെ എനിക്ക് ഈ ഒരു പ്രയാസമൊക്കെ വന്നപ്പോൾ അങ്ങനെ ആ ഒരു സമയങ്ങളിലൊക്കെ എൻ്റെ ഉള്ളിലുള്ള ഒരു ചിന്ത എങ്ങനെയായിരുന്നു കർത്താവ്, കാരണം അവൻ ആഗ്രഹിച്ച പദ്ധതികളൊക്കെ എൻ്റെ ജീവിതത്തിൽ നിറവേറാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ടോ? കാരണം യേശു ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പേ പിതാവിനോട് പ്രാർത്ഥിച്ചു, ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യാമെന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. അപ്പം നമ്മളെ കുറിച്ചൊക്കെ ദൈവം ഈ നമ്മുടെ ജീവിത ശുദ്ധീകരണത്തിലൂടെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ നമ്മളെ പത്രം പോലെ വായിക്കുന്ന, അല്ലെങ്കിൽ നമ്മള് പല എന്താ പറയുന്ന സമുദായത്തിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണ് നമ്മൾ പലരും, അല്ലെ? അല്ലെങ്കിൽ ജാതികളിൽ നിന്ന് വന്ന, നമ്മൾ ജാതികൾ എന്ന് പറഞ്ഞു, ഇസ്രായേൽ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ജാതികളാണെന്ന് ദൈവത്തിന്റെ വചനം പറയും. അവിടുന്ന് വന്നവർ, അവിടുന്ന് വേർപെട്ടു, അല്ലെ? നമ്മൾ മുമ്പേ പോയിരുന്ന അവിടെ നിന്ന് നമ്മൾ വേർപെട്ടു. ആ വേർപെട്ട് വന്ന ഒരു സമൂഹമാണ്, അവിടെ നിൽക്കുന്നവരുണ്ട്. അവര് നമ്മളെ നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതം, അതിൽ നിന്ന് മുമ്പിലത്തിൽ നിന്ന് വല്ല വ്യത്യസ്തത വല്ലതും കാണുന്നുണ്ടോ? അതോ നമ്മൾ ഇപ്പോഴും അന്ന് ജീവിച്ചവരൊക്കെ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നതെങ്കിൽ ആ ഒരു മാറ്റം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് നമ്മൾ അവിടുത്തെ ഒരു സഭ മാറി ഇവിടോട്ട് വന്നു എന്നതിൽ കവിഞ്ഞ് അതിനൊരു മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അതിനെ സ്വാധീനം ചെലുത്താൻ നമ്മളെ വായിക്കുന്ന ഒരു വ്യക്തി എന്തെങ്കിലും യേശുവിന്റെ സ്വഭാവത്തെ കണ്ടോ എന്ന് നമുക്ക് തന്നെ ഉറപ്പ് വരുത്താനായിട്ട് ഈ നാളുകൾ കഴിയണം. അല്ലെങ്കിൽ ഈ കേൾക്കുന്ന വചനം കൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമില്ലാത്തതായിട്ട് നമുക്ക് നമ്മുടെ തന്നെ സമാധാനം നഷ്ടപ്പെടും. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എന്നെ നേരത്തെ കണ്ട ആൾക്കാര് എൻ്റെ കൂടെ, കാരണം ഞാൻ ഒരുപാട് യുവജന സഖ്യം അല്ലെങ്കിൽ അച്ഛനോടുകൂടി അസിസ്റ്റ് ചെയ്യാനായിട്ട് കയറിയിട്ടുള്ള വ്യക്തി, പാട്ട് പാടുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തി. അപ്പൊ അങ്ങനെ എന്നെ നോക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരുടെ മുമ്പില് ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരു ഒരുക്കമുള്ള ഒരു ജീവിതമാണോ നയിക്കുന്നതെന്നൊക്കെ ഉള്ളത് എന്നെ തന്നെ ശോധന ചെയ്യാനായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട്. ഇവിടെ നമ്മൾ അങ്കിളും അതുപോലെ സദീപറും ഒക്കെ ചില വാക്യങ്ങൾ വെച്ച് റോമാലേഖനത്തില് നമ്മൾ കാര്യത്തെക്കുറിച്ച് അതിന്റെ താഴെയുള്ള വാക്യം കൂടെ ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 14 അതിന്റെ 18 വാക്യത്തില് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും മനുഷ്യർക്ക് കൊള്ളാവുന്നതിനും തന്നെ. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കുള്ളതിന് ശ്രമിച്ചുകൊള്ളുക. അവിടെയും നമ്മുടെ ആ ഒരു സമാധാനത്തെക്കുറിച്ചും കർത്താവിന്റെ പരിശുദ്ധാത്മാവിലുള്ള നീതിയിലും സന്തോഷത്തിലും പരിശുദ്ധാത്മാവിലും കർത്താവിനെ സേവിക്കുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തി ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് എന്താ ഇഷ്ടം, ആ ഒരു വ്യക്തിക്ക് കർത്താവിന്റെ വരവ് അത് ഏറ്റവും പ്രിയകരമായിരിക്കും. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ള ഒരു വ്യക്തിയാണ്. കാരണം നമ്മൾ യേശുവിനെ കുറിച്ച് വായിക്കുന്നതും യേശു എപ്പോഴും പിതാവിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ടാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ആ ഒരു ശബ്ദം മുഴങ്ങുവാനായിട്ട് ഇടയായി തരുന്നത്. നമ്മുടെയും ദൈനംദിന ജീവിതത്തിൽ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തി അവനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കാനായിട്ട്, എന്താണോ എന്നെ വിലയ്ക്ക് വാങ്ങിയവൻ, എന്നെ വീണ്ടെടുത്തവൻ, അല്ലെ എനിക്ക് വേണ്ടി ജീവൻ തന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായിട്ട് നിൽക്കുന്ന പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ നിന്നും നമ്മൾ വായിച്ചല്ലോ, കറയും ചുളുക്കവും വാട്ടവും മാലിന്യമില്ലാത്ത ഒരു അവകാശത്തിനായിട്ടാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു അവകാശം എനിക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളത് ക്ഷയവും മാലിന്യവും വാട്ടവും ഇല്ലാത്തതാണെങ്കിൽ ഇന്നും എൻ്റെ ജീവിതം ആ ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കണമെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തോടു കൂടി വേണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട്.
അതിനുവേണ്ടിയാണ് ഈ ദൈവത്തിന്റെ വചനമൊക്കെ നമ്മൾ കേൾക്കുകയും അതനുസരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ളത്. ദൈവം നമ്മളെ അതിനെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. Thank the Lord for giving me the grace to attend this meeting. This meeting, it was about how we have to be, we should look forward to the day when the Lord comes and takes us back home. How we തന്റെ സ്വർഗഭവനത്തിലേക്ക് നമ്മളെ ചേർക്കുന്ന ആ ദിവസത്തിനായിട്ട് നമ്മൾ എത്രമാത്രം കാത്തിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ കേൾക്കുകയായിരുന്നു. I would like to highlight few verses that has really caught me in this message. പ്രസിദ്ധ ചില വാക്യങ്ങൾ ഞാൻ വീണ്ടും ഹൈലൈറ്റ് ചെയ്ത് അത് പ്രാധാന്യം കൊടുത്ത് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. In First Peter chapter 2 verse 3, ഒന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം. First Peter chapter 2 verse 3. 1 പത്രോസ് 2:3. It tells about how we have to be. I'll just read the verse. Now that you realized how kind the Lord has been to you, put away all evil, deception, envy, and fraud. Long to grow up in the fullness of his salvation. Cry for this as a baby cries for his milk. 1 പത്രോസ് 2 ആദ്യത്തെ 3 വാക്യങ്ങൾ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ സകലവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന ആയതിനകത്ത് പാല് കുടിക്കുവാൻ വാഞ്ചിക്കുകയും കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. That the one thing that the Lord has really shown me was that I must grow up and long to grow up in the fullness of my salvation. ദൈവം കാണിച്ചതിന് ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് വളർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. And to grow up in this fullness of salvation, that 3 ingredients that I have found out from this message was from that Romans chapter 14 verse 17. റോമർ 14:17 നിന്ന് ഈ രക്ഷയ്ക്കായിട്ട് രക്ഷയുടെ പൂർണ്ണതയിലേക്ക് വളരുവാനുള്ള 3 ഘടകങ്ങൾ ഞാൻ ഇക്കാര്യങ്ങളാണ് അതിൽ കണ്ടത്. I'll just read that. The important thing for us as Christians is ക്രിസ്ത്യാനികളുടെ നിലയിലുള്ള പ്രധാനപ്പെട്ട കാര്യം is not what we eat or drink, but stirring up goodness and peace and joy from the Holy Spirit. നമ്മുടെ എന്ത് ഭക്ഷിക്കുന്നു എന്ത് പാനം ചെയ്യുന്നു എന്നുള്ള കാര്യമല്ല പ്രധാനപ്പെട്ട കാര്യം, എന്നാൽ പരിശുദ്ധാത്മാവിലുള്ള നീതിയും സമാധാനവും സന്തോഷവുമാണ്. So I personally should have the peace and joy and the goodness that is stirred up from the Holy Spirit and not from my own self. എന്റെ സ്വയത്തിൽ നിന്നല്ല, പരിശുദ്ധാത്മാവ് തന്നെ എന്നെ ഉണർത്തിയ ആ നീതിയും സമാധാനവും സന്തോഷവും എന്നിലുണ്ടായിരിക്കണം. And I find that my need for that is matching to the need that is given in the Bible. എനിക്ക് എന്റെ അതിനായിട്ടുള്ള എന്റെ ആ ഒരു ആവശ്യബോധം അത് വചനത്തിൽ കാണുന്ന ആ കാര്യത്തോട് ചേർന്ന് പോകുന്നു. And this week I could really see that even though my soul desires, my spirit desires these fruits in my life, the devil often dissuades me from my path and traps me in discouragement and despair. കഴിഞ്ഞ ആഴ്ച ഈ പരിശുദ്ധാത്മാവിന്റെ ഫലത്തിനായിട്ട് എന്റെ ആത്മാവ് വാഞ്ചിക്കുന്നുവെങ്കിലും പലപ്പോഴും സാത്താൻ പല കെണികളിൽ കുരുക്കി എന്നെ നിരാശയിലും വീഴ്ചയിലും ഒക്കെ വീഴ്ത്താൻ നോക്കും. Today we heard the verse that I said, Matthew chapter 4 verse 10. മത്തായി 4:10 ഞാൻ മനപാഠ വചനമായിട്ട് പറഞ്ഞു. It really reminded me again of how careful I have to be in my Christian life. എന്റെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഞാൻ എത്രയധികം ശ്രദ്ധാലുവായിരിക്കണം, കരുതലുള്ളവനായിരിക്കണം എന്നുള്ള കാര്യം എന്നെ അതിനെ ഓർപ്പിച്ചു. I would just like to read that verse one more time. ഒരു പ്രാവശ്യം കൂടി ആ വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു.
Matthew chapter 4, verse 10. മത്തായി 4:10 Get out of here, Satan, Jesus told him. യേശു പിശാചിനോട് സാത്താനെ എന്നെ വിട്ടുപോ. The scripture says, worship only the Lord God, obey only him. ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറയും. I want to submit myself to God and be strong in his strength and in his grace, and be able to say to Satan the same words that Jesus told to Satan. കർത്താവിനോട് സമർപ്പിച്ച് പ്രഭയിലെ ശക്തിപ്പെട്ട പിശാചിനോട് ഈ കാര്യം തന്നെ പറയണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. And look forward to the day where I'll be perfectly equal to Christ, and to long and have that, and to live daily in that longing to grow in the fullness of my salvation and and in the blood of Christ. ആ നാളിനായിട്ട് കർത്താവിനോട് ഞാൻ പരിപൂർണമായിട്ടും ആയിത്തീരുന്ന ആ നാളിനായിട്ട് ഞാൻ കാത്തിരുന്നുകൊണ്ട് വാഞ്ചയോടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I give myself to the Lord. Amen. കർത്താവിനൊക്കെ ഞാൻ സമർപ്പിക്കുന്നു. Matthew chapter 10, മത്തായി 10-ാം അധ്യായത്തില് Jesus said, യേശു ഇങ്ങനെ പറഞ്ഞു, don't think I came to bring, verse 34. 34-ാമത്തെ വാക്യത്തില് So ഞാൻ don't, ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നത് നിരൂപിക്കരുത്, സമാധാനമല്ല വാളത്ര വരുത്തുവാൻ ഞാൻ വന്നത്. so here Jesus said he has not come to bring peace on the earth, but the sword. സമാധാനമല്ല ഒരു വാള് കൊണ്ടുവരുവാനാണ് താൻ വന്നതെന്ന് കർത്താവോട് പറയും. But in just now we read in 2 Peter 3 that രണ്ട് പത്രോസ് 3-ാം അധ്യായത്തിൽ നമ്മളിപ്പോ വായിച്ചു, we should be diligent to be found by him in peace. നാം സമാധാനത്തോടെ അവന് കാണപ്പെടുവാൻ ഉത്സാഹിക്കണം എന്നുള്ള കാര്യം നാം കണ്ടു. So what is the relationship between these two verses? ഈ രണ്ട് വചനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? See, the peace that God wants us to have സമാധാനം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന, നമ്മൾക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സമാധാനം, it's the first of all, it is peace with him. അത് പ്രാഥമികമായിട്ടും ദൈവമായിട്ടുള്ളൊരു സമാധാനം. So that is the first kind of peace we should all have. നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ആ ഒരു സമാധാനം അതാണ്. And how can we have the peace with God? ദൈവത്തോട് നമുക്ക് എങ്ങനെ സമാധാനമായിരിക്കാൻ സാധിക്കും? In Romans 5 verse 1 it says, റോമർ 5:1 നാം ഇപ്രകാരം വായിക്കുന്നു, Romans 5:1, therefore having been justified by faith, we have peace with God through our Lord Jesus Christ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. So we have to see whether we are all justified by faith. നമ്മളെല്ലാവരും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നാം ഉറപ്പാക്കണം. That means, first of all, that all our sins are forgiven. നമ്മളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടോ എന്നുള്ളൊരു കാര്യം. So God will forgive any sin that we have committed if we confess it. നാം ഏറ്റു പറയുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഏതൊരു പാപവും കർത്താവ് ക്ഷമിക്കും. But if we don't confess even one sin, then we will not be forgiven and we will not have peace with God. നാം ഒരു പാപം പോലും ഏറ്റു പറയാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ക്ഷമ ലഭിക്കാതിരിക്കുകയും നമുക്ക് സമാധാനം ഇല്ലാതിരിക്കുകയും ചെയ്യും. So when Peter says, be diligent to be found by him in peace, what he means is that be diligent to make sure that every sin that you have committed, you have confessed to God and received forgiveness. സമാധാനത്തോടെ കാണപ്പെടുവാൻ ഉത്സാഹിക്കണമെന്ന് പത്രോസ് അവിടെ പറയുമ്പോൾ എല്ലാ പാപങ്ങളും ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിന്റെ മുമ്പാകെ നല്ല മനസ്സാക്ഷിയോടെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. And he says, always be found by him in peace. എല്ലായ്പ്പോഴും കർത്താവിനാൽ സമാധാനത്തോടെ കാണപ്പെടുവാൻ. That means we should not delay in confessing our sins to God and asking for forgiveness. അതിന്റെ അർത്ഥം നാം നമ്മളുടെ മനസാക്ഷിയിൽ ബോധം വരുന്ന പാപങ്ങള് ഏറ്റുപറയാൻ താമസം വിചാരിക്കരുത്. So that is the first kind of peace we have to all experience, is that we should have peace with God. ദൈവത്തോടുള്ള സമാധാനം, അതാണ് ആദ്യമായിട്ട് നാം അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു സമാധാനം. The second is we should have peace with our fellow human beings. മറ്റു മനുഷ്യരുമായിട്ടുള്ള ഒരു സമാധാനം എന്നുള്ളതാണ് സമാധാനത്തിന്റെ വേറൊരു പടി. We live in a world where people are very eager to fight. ഫൈറ്റ് ചെയ്യുവാനായിട്ട്, വാദിക്കുവാനും പൊരുതുവാനായിട്ട് വളരെ വാഞ്ചയുള്ളവരാണ് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ. They are very quick to be offended.
മുറിപ്പെടുവാൻ വളരെ വേഗത്തിൽ മുറിപ്പെടും. Just now, brother said, as soon as he honked the horn, that person got upset. അവർ പറഞ്ഞതുപോലെ ഫോൺ അടിച്ചപ്പോഴത്തേക്കും അവിടെ മറ്റേ ആള് വളരെ ക്ഷുഭിതനായി. So people are very quickly upset and they are very easily offended. പെട്ടെന്ന് തന്നെ അപ്സെറ്റ് ആകുന്നു, പെട്ടെന്ന് തന്നെ അവരെ മുറിപ്പെടുന്നു, And they want to fight. അവർക്ക് പോരടിക്കണം. So from our own side, we should be careful not to escalate the situation. നമ്മുടെ ഭാഗത്തു നിന്ന് ആ സാഹചര്യം അത് വഷളാക്കുവാൻ നമ്മൾ ശ്രമിക്കരുത്. So one of the marks of a true servant of God is given in 2 Timothy chapter 2. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തില് ദൈവദാസന്റെ ഒരു ഗുണം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. 2 Timothy chapter 2 and verse 25 2 തിമോഥെയോസ് 2:25 വാക്യം says, the Lord's servant must not be quarrelsome. കർത്താവിന്റെ ദാസൻ അവൻ 25-ാമത്തെ വാക്യത്തില് ശണ്ടയിടാതിരിക്കുന്നു. മലയാളത്തിൽ 24-ാമത്തെ വാക്യം കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനെ പ്രതീക്ഷിക്കാൻ സമർപ്പണം ദോഷം സഹിക്കുന്നവനുമായി അത്ര ഇരിക്കേണ്ടത്. That means we should not be eager to pick a fight or start an argument. നമ്മളൊരു ശണ്ട ഒരു വഴക്ക് ഉണ്ടാകുവാനുള്ള കാര്യത്തില് ഉള്ള ഒരു ഉത്സാഹമുള്ളവരായിരിക്കരുത് കർത്താവിന്റെ ദാസൻ. So the other person's reaction is not in our control, മറ്റേ ആളുടെ പ്രതികരണം നമ്മളുടെ നിയന്ത്രണത്തിലല്ല, but our own reactions are in our control. നമ്മളുടെ നിയന്ത്രണത്തിലാണ് നമ്മളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം. And so from our side, we should always try to maintain the peace. നമ്മളുടെ ഭാഗത്ത് നാം സമാധാനം ആചരിക്കുവാനായിട്ട്, And especially when it comes to our fellow believers, we should always be at peace with them. സഹവിശ്വാസികളോട് നാം എപ്പോഴും സമാധാനം ആചരിക്കുന്നവരായിരിക്കണം. See, when the angels appeared to the shepherds in Luke chapter 2, ലൂക്കോസ് 2-ാം അധ്യായത്തില് ദൂതന്മാർ ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, in Luke chapter 2 verse 14, ലൂക്കോസ് 2:14 says, glory to God in the highest, and on earth peace among men with whom he is pleased. ലൂക്കോസ് 2:14 നമ്മളിങ്ങനെ വായിക്കുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറയും. So there is peace on earth, but it is among the people with whom God is pleased. സമാധാനം ഭൂമിയിലുണ്ട്, എന്നാൽ അത് ആർക്കാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പ്രസാദം ഉള്ളവർക്കാണ് ഭൂമിയിലെ സമാധാനം ഉള്ളത്. So if I am to be found by God at peace, that means he should be pleased with me. ഞാൻ സമാധാനത്തോടെ കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവ് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നവനായിരിക്കണം. See, if there are two people with whom God is pleased, then there will be peace among them automatically. ദൈവത്തിന്റെ പ്രസാദമുള്ള, ദൈവം പ്രസാദിച്ചിരിക്കുന്ന രണ്ട് മനുഷ്യരുണ്ടെങ്കിൽ വളരെ സ്വാഭാവികമായിട്ട് അവർ തമ്മിൽ സമാധാനം ഉണ്ടായിരിക്കും. So my responsibility is to see that whether God is pleased with me. ഇന്നത് ദൈവം സമാധാനമായി പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് എന്റെ ഉത്തരവാദിത്വം ഉള്ളത്. There is a verse in Proverbs which says that when God is pleased with a man, even his enemy will be at peace with him. 14:27 ദൈവത്തിന്റെ വഴി ദൈവത്തിന് പ്രസാദകരമാണെങ്കിൽ അവന്റെ ശത്രുക്കളെ പോലും. Proverbs 16 verse 7. Proverbs 16 16:7 വാക്യത്തിൽ നമ്മൾ verse 7. When a man's ways are pleasing to the Lord, he makes even his enemies to be at peace with him. സദൃശവാക്യം 16:7 ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. So on my part, I have to make sure that all my ways are pleasing to the Lord. എന്റെ ഭാഗത്ത് എല്ലാ വഴികളും ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ ഉറപ്പാക്കണം. Then it is God's responsibility to make sure that my enemies are at peace with me. അപ്പോ ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്റെ ശത്രുക്കളെ എന്നോട് നിരപ്പായിരിക്കും എന്നുള്ളൊരു കാര്യം. So may the Lord find all of us to be at peace when he returns. രണ്ടാമത് വരുമ്പോൾ നാം എല്ലാവരും സമാധാനത്തോടെ കാണപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. കേട്ടത് കാത്തിരിക്കുന്നതും സമാധാനത്തോടെ കാത്തിരിക്കുന്നതും ക്ഷമയോടെ കാത്തിരിക്കുന്നതും
ആ ഒരു കാര്യം ആണ് ഞാനിങ്ങനെ ചിന്തിച്ചത്. നമ്മൾ അവിടെ നമ്മൾ കേട്ട വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് വേഴ്സ് 2 അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ ആ, അതിനു മുമ്പത്തെ നിങ്ങൾ എത്ര വിശുദ്ധിയും ജീവനും ഭക്തിയുള്ളവരായിരിക്കണം, എന്നാൽ അവന്റെ സമാധാനത്തോടെ കാത്തിരിക്കുന്നത്. 14-ാമത്തെ വാക്യം, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കാൻ അവൻ നിങ്ങളെ കറിയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട്. അപ്പം ഞാനിങ്ങനെ കാത്തിരിക്കുന്നതിനെ കുറിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. വാസ്തവത്തില് കാത്തിരിക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ മേഖലകളിലും നമ്മൾ കാത്തിരിപ്പുണ്ട്, കാത്തിരുന്നിട്ടുണ്ട്. നമ്മൾ ഫോർ എക്സാമ്പിൾ ബസ്സിന് പോയിട്ട് കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ വേറെ ഓരോ കാര്യങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഈ കാത്തിരിപ്പിൽ നമുക്ക് പ്രധാനമായിട്ട് കാത്തിരിപ്പിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്നതാണ് ഈ അക്ഷമ, അല്ലെ? ഇത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അപ്പൊ ഇവിടെ കർത്താവ് ഉത്സാഹത്തോടെ കാത്തിരിക്കണം എന്ന് പറയുമ്പം നമ്മളെന്താ അപ്പം അതിന്റെ ആ പ്രത്യേകത എന്താ? വാസ്തവത്തില് ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഈ ഞങ്ങളുടെ കോളേജിലേക്കുള്ള ബസ് 9 മണിക്ക് വരുന്ന ബസ്സാണ്. അത് 9 മണിക്ക് വരുന്ന ഒരു ലോക്കൽ ബസ്സുണ്ട്, 9:30 വരുന്ന ഒരു ഫാസ്റ്റ്. ഈ 9:30 വരുന്ന ഫാസ്റ്റ് ബസ് KSRTC അല്ല, പ്രൈവറ്റാണ്, പക്ഷെ CWMS എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ലൈൻ ബസ്സാണ്. അപ്പൊ അതിൽ നമുക്ക് കൺസെഷൻ കിട്ടത്തില്ല. അപ്പൊ അന്നത്തെ ഒരു ദിവസം ഞാനിങ്ങനെ ചെന്നപ്പോൾ ഞാൻ ആ 9 മണിയുടെ ബസ് വന്നു. അപ്പൊ അതിൽ നിറച്ച് പിള്ളേരുണ്ട്. ഞാനതിന് കയറാൻ പോയപ്പോഴത്തേനും കഥ പറഞ്ഞു കയറണ്ട. അപ്പം ഞാൻ എന്താ, അപ്പൊ ഇതിന് പോയാലല്ലേ എനിക്ക് അവിടെ കോളേജിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോ ഞാൻ ചില സമയത്ത് ഇത് ഓർക്കും. അപ്പം അന്ന് ഓക്കെ ദെൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഇങ്ങോട്ട് മാറി നിന്നു. അപ്പൊ എന്റെ പിള്ളേരൊക്കെ ചോദിച്ചു വരുന്നില്ലേ? ഇല്ല, ഇപ്പൊ പോന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് തന്നെ മനസ്സിലാക്കി എന്താ കയറണ്ടെന്ന് പറയാൻ കാര്യം. ഓക്കെ, എന്നാ പിന്നെ കർത്താവ്. അപ്പം നമ്മൾ അടുത്ത കർത്താവിന്റെ ഒരു പ്രവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയം ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? അന്ന് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് വറിയൊന്നുമില്ല, കാരണം ദർ ഇസ് സംതിങ്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ബസ് വന്നു, അതില് എനിക്ക് കയറാൻ പറ്റി. അയാൾ എനിക്ക് കൺസെഷൻ തന്നു. ഞാനിങ്ങനെ പോകുമ്പോൾ 3/4 ഭാഗം കഴിയുമ്പം നേരത്തെ പോയ വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ട് പിള്ളേരെല്ലാം ഇറങ്ങി നിൽപ്പുണ്ട്. ഞാൻ വിട്ടുപോയി, കാരണം അത് നിർത്തത്തില്ല, അത് ഫാസ്റ്റാണ്. ഞാൻ പോയി കോളേജിൽ പോയി. അപ്പോഴും എനിക്ക് സംഭവം മനസ്സിലായി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളോട് കാത്തിരിക്കാൻ പറയുന്ന കാര്യത്തില് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉത്സാഹത്തോടെ കാത്തിരിക്കാൻ പറ്റും. ദൈവത്തിന്റെ ഒരു സ്വരം കേട്ടിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്സാഹത്തോടെ കാത്തിരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നത് ഈ ദൈവസ്വരം കേൾക്കുന്നതിനെ കുറിച്ച്, അതിലാണ് നമുക്ക് ഈ മടുപ്പില്ലാതെ ആവുന്നത്. ദൈവസ്വരം കേൾക്കുമ്പോൾ നമുക്ക് അതിൽ അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മടുപ്പില്ലാതെ നിൽക്കാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ബ്രദർ പറഞ്ഞ, അതായത് നെല്ലിപ്പൂൽ ചർച്ചിൽ ജോസ് ബ്രദർ പറഞ്ഞൊരു കാര്യം, ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള അതിൻ്റെ ഒരു കൺഫർമേഷനാണ് ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം മുറിഞ്ഞു പോകാതിരിക്കുന്നത്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള എൻ്റെ ഒരു ഉറപ്പാണ് എന്ന് പറഞ്ഞു. അപ്പം അത് നമ്മൾ ഇത് കൂട്ടി വായിക്കുമ്പം വാസ്തവത്തിൽ ഈ കർത്താവിന്റെ ശബ്ദം നമ്മൾ കേൾക്കാൻ ശ്രമിക്കുകയും അതിന് നമ്മൾ കീഴടങ്ങാൻ മനഃപൂർവ്വമായിട്ട് അനുവദിക്കുകയും ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഹൃദയത്തിന് ഒരു സ്വസ്ഥത വരുന്നത്. അത് നമ്മുടെ ഒരു ഉത്സാഹത്തോടെ കാത്തിരിക്കാൻ കൊണ്ട് നമ്മളെ സഹായിക്കും. ഞാനിത് ആ ഒരു കാര്യം മാത്രം പറഞ്ഞ് ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനായിട്ട് കാത്തിരിക്കേണ്ടതിനെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട്. ഞാൻ വിചാരിക്കായിരുന്നു നമ്മുടെ ഉള്ളിലുള്ള ഒരു സമാധാനം നമ്മൾ എന്തിനായിട്ടാണ് കാത്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് എടുക്കാം, ഒരു സിംറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
ലോകത്തിലെല്ലാവരും സമാധാനത്തിലായിരിക്കുമ്പം നമ്മുടെ സമാധാനം പ്രൂവ് ചെയ്യുന്നൊരു, നമ്മുടെ സമാധാനം തെളിയിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഇതിനപ്പുറത്ത് മറ്റെന്തൊക്കെയോ കാത്തിരിക്കുന്നു. നമ്മൾ പറഞ്ഞ പോലെ അങ്ങനെയാണ് നമ്മൾ ലോകത്തിലൊരു പത്രമായി, കർത്താവിന്റെ ഒരു പത്രമായിട്ടിരിക്കുന്നത്. സഹോദരങ്ങൾ പറഞ്ഞ, അനേകർ പറഞ്ഞ കാര്യത്തിൽ നിന്ന് എന്റെ ജീവിതത്തിൽ പോൾബർ പറഞ്ഞു കർത്താവിന്റെ ദാസൻ ഷണ്ടയിടാതെ എല്ലാവരോടും സൗമ്യനായിരിക്കണം. ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുമായിരുന്നു. നമ്മളൊരു പ്രകോപിതനാകേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പ്രകോപിക്കപ്പെടുമ്പോഴാണല്ലോ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്തു വരുന്നത്. അതുവരെയൊക്കെ നല്ല നല്ല കുട്ടപ്പന്മാരായിട്ട് നമ്മളിരിക്കും. ആ ഒരു കാര്യം നമ്മളെ പ്രൂവ് ചെയ്യും, അതിനെ തെളിയിക്കും. നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്തു വരും. നമ്മൾ എത്രത്തോളം സമാധാനവും സ്വസ്ഥതയുള്ളവരല്ലെങ്കിൽ അത് അതിനെ തെളിവാക്കും. ദൈവം സഭയിലൂടെ നമ്മുടെ കറക്ഷനായിട്ട്, എന്റെ കറക്ഷനായിട്ട് സംസാരിക്കുന്ന കാര്യത്തെ വേണ്ട നിലയിൽ എടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിലും, ഞാനിന്ന് രാവിലെ ഈ ഒരു കാര്യം കഥാവിനോട് ഇങ്ങനെ, കഥാവെ ഞാൻ ചില കാര്യങ്ങളിൽ ഞാൻ മനസ്സാന്തരപ്പെടേണ്ടതുണ്ട് എന്ന് എൻ്റെ ഉള്ളില് ബോധ്യപ്പെട്ട സമയത്ത് കർത്താവിൽ എനിക്ക് വലിയൊരു ആശ്വാസം കണ്ടിരിക്കും. ബിക്കോസ് ഞാൻ വിചാരിക്കായിരുന്നു, ഇന്ന് ഞാൻ ഒരു കാര്യത്തെപ്പറ്റി മനസ്സാന്തരപ്പെടണമെന്ന് ആലോചിക്കുമ്പം ഇന്ന് എനിക്ക് കർത്താവിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. കാര്യം എന്നെ രൂപാന്തരപ്പെടുത്താമെന്ന് പറഞ്ഞ ഒരു കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്. അതെനിക്ക് വലിയ ആശ്വാസവും പ്രതീക്ഷയാണ്. ഇന്ന് ഞാൻ ഹോപ്പ്ലെസ് അല്ല. ഞാൻ അതിനെപ്പറ്റി ഓർത്ത് വ്യാകുലപ്പെടേണ്ടതില്ല. കാര്യം നമ്മൾ സഹോദരന്മാരെല്ലാം പറഞ്ഞ പോലെ കർത്താവിലേക്ക് നോക്കുമ്പോൾ നമുക്ക്, ഇന്നലെ നമ്മൾ ജോജി പേർന്ന് കേട്ടു, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആശയ്ക്കെതിരായ ആശയോടെ നമ്മൾ വിശ്വസിക്കുന്നു. കാര്യം നമ്മളെ വിളിച്ചൊരു ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം നമ്മളെ ഈ കാര്യത്തിലൂടെ എല്ലാം കൊണ്ടുപോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെ കർത്താവ് തള്ളിക്കളയാതെ, ഞാൻ നിന്നെ വഴി നടത്താം, ഞാൻ നിന്നെ ജയോത്സവമായിട്ട് നടത്താമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഇന്ന് നമുക്ക് പ്രയാസമെന്ന് തോന്നുന്ന കാര്യങ്ങളുടെ മേലെ, ഇന്നൊരു പക്ഷെ നമ്മൾ വീണ സാഹചര്യങ്ങളിൽ, നമ്മളൊരു പക്ഷെ പ്രകോപിതനാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. വ്യക്തിപരമായിട്ട് ഞാൻ എൻ്റെ പല സാഹചര്യങ്ങളും ഇങ്ങനെ ഏറ്റു പറയുന്ന ദൈവം, ആ സാഹചര്യങ്ങളോടൊക്കെ കർത്താവേ എന്നെ, അവിടെയാണ് യേശുവിന്റെ ഒരു സാക്ഷിയായി നമ്മൾ ഓരോ ഇടങ്ങളിലായിരിക്കേണ്ടിടത്ത്, കർത്താവ് ഇന്ന് ഞാൻ തോറ്റുപോയിടത്തൊക്കെ ദൈവത്തിന് എന്നെ ജയോത്സവമായിട്ട് നടത്താനായിട്ട് കഴിയും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയാണ്. ആ വലിയ പ്രത്യാശയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കേൾപ്പിച്ച വചനം 2 പത്രോസ് 3:14 വായിച്ചത്. അതിനോടനുബന്ധിച്ച് ഒത്തിരി വാക്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. എൻ്റെ കർത്താവ് വരുമ്പോൾ നമ്മൾ ഏത് രീതിയിലുള്ള മനുഷ്യനായിരിക്കണം. സഹോദരൻ പോൾ പറഞ്ഞു, ദി സർവന്റ് ഓഫ് ഗോഡ് ഷുഡ് നോട്ട് ബി ക്വാറൽസം. ഓഫ്കോഴ്സ് നമ്മൾ അതൊക്കെ കേൾക്കുന്ന അവസരത്തിൽ എന്തോ സംതിങ് ഇസ് ദെയർ, സംതിങ് റോങ് എന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരം കുളിച്ചു ഡ്രസ്സെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എല്ലാം റെഡിയായിട്ടിരിക്കുക. ഒരു കാക്ക അവിടെ കണ്ട് വീണ് അതിൻ്റെ ജീവനങ്ങ് പോയി. പുള്ളിക്കാരത്തേക്ക് ഉടനെ അതിനെ കുഴിച്ചിടണം. ഞാൻ പറയും, പിന്നെ വന്നിട്ട് കുഴിച്ചിടാം. ഇപ്പം തന്നെ കുഴിച്ചിടണം. ഓക്കെ, ഞാൻ അതിനങ്ങ് വിധേയപ്പെട്ടു. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം ഭയങ്കര ചൂടുള്ള അവസരമാണ്. അതുകൊണ്ട് ആ കോടാലി പിന്നെ മമ്മട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉടനെ വിയർക്കും. ഓക്കെ, അത് ഒരു ശകലം അശാന്തി ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലാണ്ട് ഇനി പോകുന്നു. ഇവിടെ പറയുന്നു, ഇവിടെ ലോങ് സഫറിങ്ങിനെ പറ്റി പറയുന്നത് അല്ലേ? ക്ഷമ. എന്തുകൊണ്ടാണ് ഇത്? നമ്മളെല്ലാം റിപ്പൻഡൻസിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് കർത്താവിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ പറയുന്നുണ്ടല്ലോ, 1000 വർഷം ദൈവത്തിന്റെ സന്നിധിയിൽ 1000 വർഷം ഒരു ദിവസം പോലെയും. 3:8. Do not forget that this one thing that with long Lord one day
ഈസ് 1,000 years and 1,000 years. ഇപ്പം നമ്മള് കർത്താവ് ഇവിടുന്ന് പോയിട്ട് ഇപ്പൊ 2000 വർഷമായി. 2 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസമേ ആയുള്ളൂന്ന് പ്രധാനന്റെ കാൽക്കുലേഷൻ ആ കണക്ക് പ്രകാരം ആകുന്നുള്ളൂ. അപ്പൊ നമ്മളെ നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണ്, ഞാൻ ഈയിടെയാണ് വന്നത് ഈ വിശ്വാസത്തിൽ ഇതെല്ലാം വായിക്കാനും. എന്നാൽ എനിക്ക് ഒരു പ്രത്യാശ ദൈവം തന്നിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എങ്ങനെയുള്ള മനുഷ്യനായി തീരണം എന്നുള്ളതാണ്. വേർ റൈച്ചസ്നെസ് dwell. Therefore, beloved, looking forward these things, be diligent to be found by him in peace, without spot and blameless. ഞാൻ കളങ്കമില്ലാത്തവനും, പിന്നെ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയും ചുളുക്കവും ഇല്ലാത്തവനായി, കളങ്കവും ഇല്ലാത്തവനായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിനെ സഹായിക്കട്ടെ. God help everyone also. ഇതിലൂടെ നീതിയില്ലാതെ സത്യമായ നീറുള്ള കാര്യം നീതിക്കായിട്ട് പുസ്തകം വായിക്കുന്ന ഒരു ഭാഗ്യം. ഞാൻ മുഴുവൻ കേട്ടില്ല, കുറച്ച് ലേറ്റ് ആയിട്ട് വന്നിട്ട്. നീതിക്കായിട്ട് പിശുക്കിതായിരിക്കുന്ന ഭാഗ്യവാന്മാരാവും, സംതൃപ്തരാകും. സംതൃപ്തി അവിടെ മാത്രമേ കിട്ടത്തുള്ളൂ, അല്ലാതെ വേറൊന്നില്ല നമുക്ക് സംതൃപ്തി കിട്ടത്തില്ല. കരാചുളുക്കം മാലിന്യം മാറ്റമില്ലാത്ത ഒരു കൂട്ടമായിട്ട് നമ്മളെ ആക്കി തീർക്കാനായിട്ട് സാധിക്കും. നമ്മള് second Peter 3:14. Dear friends, since you are looking forward to this, make every effort to be found spotless, blameless, and at peace with him. So ഞങ്ങള് കഴിഞ്ഞ മുന്നത്തെ ആഴ്ച ടോക്കിംഗ് അബൌട്ട് പീസ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇത്രയും നാളും ഞാൻ ജനിച്ച കാലം പോലെ CSE-യിലായിരുന്നു. അപ്പം പീസ് എത്രത്തോളം റെലവെന്റ് ആണ് ഞാൻ ലൈക്ക് പീസിന്റെ ഈ ഒരു കോൺസെപ്റ്റ് എത്രത്തോളം റെലവെന്റ് ആണ് ഞാൻ സത്യം പറഞ്ഞാൽ 2 ആഴ്ച മുന്നെയാണ് മനസ്സിലാക്കുന്നത്. സോ ലൈക്ക് ഞാൻ അപ്പൊ നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം പീസിന്റെ ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും റെലവെന്റ് ആയിട്ട്. അപ്പം ലൈക്ക് എവറി സിംഗിൾ തിങ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം, ലിറ്ററലി എവറിതിങ് there is a factor of peace. അതായത് പീസിന്റെ ഒരു അംശം, അതായത് പീസ് സമാധാനത്തിന്റെ ഒരു അംശം എല്ലായിടത്തും ഉണ്ട്. ലൈക്ക് നമ്മള് ഇപ്പം എന്റെ കാര്യം ഞാൻ പൊതുവെ പറയുകയാണെങ്കിൽ നമ്മളെ സ്കൂളിൽ കുറെ കൂട്ടുകാരുടെ നിൽക്കുമ്പം നമ്മള് യേശുക്രിസ്തുനായിട്ട് ലൈക്ക് നമ്മള് ക്രൈസ്റ്റിന്റെ മക്കളായത്. സോ നമ്മള് അതിനുവേണ്ടി നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുമ്പം നമ്മുടെ മനസ്സിൽ അന്നേരം ശാന്തത ഉണ്ടോ? അതുപോലെ ഓക്കെ ഞാൻ ചർച്ചയിൽ പോകുന്നു, എടുത്തേക്കാം ഓക്കെ അത് ഒരു ആക്ഷനാണ്. ഇറ്റ്സ് നൈസ് ദാറ്റ് യു ഡു ദാറ്റ്. നല്ലൊരു കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യുമ്പോൾ മനസ്സിൽ സമാധാനം ഉണ്ടോ എന്ന് ഇപ്പം ഐ വാസ് ലൈക്ക് ലുക്കിംഗ്, ഇങ്ങനെ പുറകോട്ട് എങ്ങനെയാ നോക്കിയപ്പോൾ ഇസ് ദർ പീസ് ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പൊ ചില സമയത്ത് നമ്മൾ ഇങ്ങനെ സ്റ്റാൻഡ് എടുക്കുമ്പോഴായിരിക്കും നമ്മുടെ കൂട്ടുകാരും എല്ലാം പറയുന്നത്, എന്താണ് നീ അങ്ങനെ, ഇതൊക്കെ ഭയങ്കര ക്ലീശയല്ലേ, മീൻസ് ലൈക്ക് ഇറ്റ്സ് വെരി ഓൾഡ് ആൻഡ് സ്റ്റഫ്. സോ അന്നേരം ആയിരിക്കും നമ്മുടെ മനസ്സിൽ വേണ്ട, നമ്മൾ തിരിച്ചു പോകും. സോ ലൈക്ക് ലൈക്ക് എന്റെ മനസ്സിൽ എപ്പോഴും വരുന്നത്, വെൻ ഐ ടേക്ക് എ സ്റ്റാൻഡ് ഫോർ ക്രൈസ്റ്റ് ഐ വോണ്ട് ടു ഡു ഇറ്റ് വിത്ത് ജോയ് ആൻഡ് പീസ്. ലൈക്ക് മനസ്സില് എന്നെക്കാൾ പലപ്പോഴും ഇത് പച്ചവെള്ളം എനിക്ക് തോന്നാറില്ല. ഇറ്റ്സ് എ ട്രൂത്ത് ദാറ്റ് പലപ്പോഴും വീണു പോകാറുണ്ട് ആ കാര്യത്തിൽ. സോ ഫോർവേഡ് വേണമെങ്കിൽ ലൈക്ക് എന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ആസ് ഐ കണ്ടിന്യൂ ടു ലിവ് ഐ വോണ്ട് ടു ഗ്രോ ആൻഡ് ബിക്കം മോർ ലൈക്ക് ക്രൈസ്റ്റ്. ലൈക്ക് എവറി ഡേ മീൻസ് ക്രൈസ്റ്റിന്റെ ആ ഒരു പീസ് ലൈക്ക് ഹി ലിവ്ഡ് ഓൺ എർത്ത് ആൻഡ് ഹി ഹാഡ് ദാറ്റ് പീസ്. ലൈക്ക് എന്തെല്ലാം കാര്യം ഇപ്പൊ നമ്മൾ ആ ഇടയ്ക്ക് ഒരു രാത്രിയിൽ ഒരു പുള്ളിക്കാന്റെ ഹോളി സ്പിരിറ്റും ഫ്ലഷിന്റെ ഒക്കെ റീബോൺ ഒരു രാത്രി നിക്കോദിമോസ്. അപ്പം പുള്ളിക്കാരൻ രാത്രിയിലാന്ന് ചോദിച്ചത്. ഇപ്പം ഗോഡ് കുഡ് ജീസസ് ക്രൈസ്റ്റ് തന്നെ ഫ്രസ്ട്രേറ്റഡ് ആകാമായിരുന്നു, ബട്ട് ഹി ഡിഡ് നോട്ട്. അപ്പം പുള്ളിക്കാരൻ അന്നേരം ജീസസ് ക്രൈസ്റ്റ് അന്നേരം പുള്ളിയുടെ അത് പറഞ്ഞുകൊണ്ടാണ് പുള്ളി പിന്നെ ലൈക്ക് ഹി ഹാഡ് രക്ഷയുടെ അനുഭവം ഉണ്ട്. അപ്പം സോ പീസിന്റെ ഈ ഒരു ഫാക്ടർ ലൈക്ക് ഇറ്റ്സ് റെലവെന്റ് എവരിവെയർ. ആൻഡ് അപ്പം 2 weeks മുന്നേ എനിക്ക് ഇത്രയും ഈ പീസിന് കോൺസെപ്റ്റ് പപ്പ ഇങ്ങനെ ഒരു വർഷം രാത്രി ഇങ്ങനെ പറഞ്ഞു തന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ എത്രത്തോളം ഇത്
it's like evident everywhere. So അതിന്റെ ആ ഒരു സോ ബേസിക്കലി എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ whenever I take a stand for Christ, I want to do it peace and joy. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവത്തെ നന്ദി പറയുന്നത് കേട്ടത് നമ്മൾ കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുന്ന കേട്ടത്. എന്നിട്ട് 2 പത്രോസ് 3:14 അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുകയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് ആദ്യം നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ 13-ാം വാക്യത്തിൽ, എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തെയും ഭൂമിക്കും വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. നമ്മുടെ അതിനകത്ത് ആകാശം ഭൂമി എന്ന് പറയുന്ന നമ്മുടെ സ്വർഗം, ആകാശം എന്ന് പറയുമ്പോൾ സ്വർഗം എന്നാണ് പറയുന്നത്. നമ്മുടെ പുതിയ ഭൂമി, നമ്മുടെ കർത്താവ് വന്ന ശേഷം നമ്മൾ അങ്ങോട്ട് എടുക്കപ്പോഴാണ് നമ്മുടെ പുതിയ ഭൂമി സ്വർഗമാണെന്നാണ് അതിൽ പറയുന്നത്. അതിനകത്ത് ഭക്താന്റെ ദൈവം വീണ്ടും വരും, ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പുതിയ സ്വർഗത്തെയും പുതിയ ഭൂമിയും നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കളങ്കമില്ലാത്ത ആയിരിക്കണം, കുറ്റമില്ലാത്തവരായിരിക്കണം. അതിൽ ഉദ്ദേശിക്കുന്ന നമ്മുടെ പാപത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് മാറി ദൈവത്തോടൊപ്പം ഒരു സമാധാനം ഉണ്ടായിരിക്കണമെന്നാണ്. ദൈവത്തോട് സമാധാനം റോമർ 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോടെ സമാധാനമുണ്ട്. അപ്പം നമ്മൾ കർത്താവിനോടൊരു സമാധാനം ആയിരിക്കുമ്പോൾ നമുക്ക് ഫ്ലഷിലാണ്, നമ്മുടെ ലൈഫിലായിരിക്കുമ്പോൾ നമുക്ക് യേശുവിനോടൊരു സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പേഴ്സണൽ ലൈഫിൽ ബാക്കിയുള്ളവരെ നോക്കുമ്പോൾ, ജനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് നമ്മളിലൂടെ ഒരു യേശുവിനെ കാണാൻ സാധിക്കണം. മനസ്സിലായി.